മിഷൻ സമുദ്ര ഈ വാക്ക് ഇന്ന് ബജറ്റിലാണ് നമ്മൾ കേട്ടതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് UDF വേണ്ടി പ്രചാരണം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിലെല്ലാം അന്നത്തെ ഓരോ ഇൻ്റർവ്യൂകളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദുബായിയെ പോലെ അതോടൊപ്പം തന്നെ വേൾഡിലെ തന്നെ പോർട്ട് സിറ്റികളെ പോലെ അനന്തമായ സാധ്യത നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കുന്നത്, മൂന്നിലൊന്ന് പങ്ക് പോലും വഹിക്കാൻ ശേഷിയുള്ള തരത്തിലേക്ക് നമ്മുടെ കേരളത്തിൻ്റെ സമുദ്രങ്ങളെയും നദികളെയും നദീതീരങ്ങളെയും ഒക്കെ മാറ്റുമെന്ന് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഇന്നിതാ ആ മിഷൻ്റെ ഒരു കാഴ്ചപ്പാട് അന്നത്തെ ബജറ്റിൽ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. മിഷൻ സമുദ്ര എന്ന പദ്ധതിയുമായി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യാവസായിക ടൂറിസം ഭൂപടം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാക്കിയിട്ട് ഈ മിഷൻ സമുദ്ര അവതരിപ്പിച്ചിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ UDF സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഈ ബജറ്റിൽ തന്നെ ഏറ്റവും വലിയ കാര്യം. മൂന്നിലൊന്ന് വരുമാനവും ഇവിടെ നിന്ന് ലഭിക്കും എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ പ്രതിസന്ധിയിലായി കിടക്കുന്ന പല വരുമാന മാർഗങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് 800 കോടി രൂപയാണ് ഒരു വർഷം മാത്രം KSRTCക്ക് നഷ്ടം വരുന്നത്. ഈ നഷ്ടം എങ്ങനെ നികത്തും? അതിന് ബദൽ സംവിധാനം നെല്ലുൽപാദിപ്പിക്കുകയാണെങ്കിൽ നെല്ലുൽപാദനത്തിൽ നിന്ന് നമുക്ക് എത്ര വരുമാനം ലഭിക്കും? മറ്റ് ടൂറിസം മേഖലയിൽ നിന്നാണെങ്കിൽ എത്ര വരുമാനം നമുക്ക് ലഭിക്കുന്നുണ്ട് നിലവിൽ? ഇവിടെയാണ് കാഴ്ചപ്പാട് കൊണ്ട് ഒരു സംവിധാനത്തെ വളർത്തിയെടുക്കാൻ, ഒരു സംസ്ഥാനത്തിൻ്റെ സ്ട്രക്ചർ രൂപീകരിക്കാൻ ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വെക്കുന്നു എന്നത് ഒരു വലിയ അഭിനന്ദനം അർഹിക്കേണ്ട, എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് ജോലി സാധ്യതകളും അനന്തമായ സാധ്യതകളുമുള്ള ഒരു പദ്ധതിയായി ഈ മിഷൻ സമുദ്ര പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും സാധാരണഗതിയിൽ നമ്മൾ ബജറ്റുകളിൽ പറയാറുണ്ട് നടപ്പിലാക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടും എന്ന്. ഇത് നടപ്പിലാവട്ടെ എന്ന് നമ്മൾ ആശിക്കുകയാണ്. അതോടൊപ്പം തന്നെ നടപ്പിലാക്കുവാനുള്ള ആശംസ നമ്മൾ സമർപ്പിക്കുകയാണ്. VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ തന്നെ മിഷൻ സമുദ്ര പദ്ധതിക്ക് 400 കോടി രൂപ വകയിരുത്താനാണ് ഇന്നത്തെ ബജറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ 600 കിലോമീറ്റർ നീളമുള്ള തീരദേശത്തെയും തുറമുഖങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ച് സംസ്ഥാനത്തെ ഒരു ആഗോള മാരിടൈം ഹബ്ബാക്കി, ഗ്ലോബൽ മാരിടൈം ഹബ്ബാക്കി മാറ്റുകയാണ് ഈ പദ്ധതിയുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. മുഖ്യമന്ത്രിയായ VD സതീശൻ്റെ പ്രത്യേക താല്പര്യം ഇതിന് നേരത്തെ തന്നെ ഉള്ളതാണ്. അത് തന്നെ വിഭാവനം ചെയ്ത ഈ സ്വപ്ന പദ്ധതിയിലൂടെ 10,000-കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് കേരളത്തിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. നിലവിൽ ദുബായിയുടെ GDPയുടെ 28% അവിടുത്തെ പോർട്ട് മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത്. സമാനമായ രീതിയിൽ കേരളത്തിൻ്റെ കടൽ സമ്പത്തിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയാണ് VD മിഷൻ സമുദ്രയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്ലൂ എക്കോണമി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകിക്കൊണ്ട് കടൽ വിഭവങ്ങളെ സുസ്ഥിരമായി പ്രയോജനപ്പെടുത്തുന്ന സാമ്പത്തിക മാതൃകയാണിത്. സുസ്ഥിര മത്സ്യബന്ധനം, അക്വാകൾച്ചർ, മറൈൻ ബയോടെക്നോളജി, കപ്പൽ നിർമ്മാണം, ഗ്രീൻ പോർട്ടുകൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ചെലവ് കുറഞ്ഞ സമുദ്രപാതകൾ യാഥാർത്ഥ്യമാകുന്നതോടെ ചരക്കു ഗതാഗത ചെലവ് ഗണ്യമായിട്ട് കുറയുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചരക്ക് ഗതാഗതം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ റോഡ് വഴി ഒരു ഗതാഗതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അഥവാ റോഡുകൾ വലിയൊരു ബാധ്യതയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. റോഡിലെ തിരക്കുകൾ സമയത്തെ സംബന്ധിച്ചിടത്തോളം, ചരക്ക് നീക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസകരമായ കാര്യമാണ്. ഇപ്പോഴത്തെ കാലം നമുക്കറിയാം. ഏത് റോഡ് ഇപ്പോൾ 6 വരി പാത പ്രഖ്യാപിക്കുന്നു, 6 വരി പാത പോലും തിരക്കേറുന്ന അല്ലെങ്കിൽ അവിടങ്ങളിൽ പോലും സമയം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഇനിയുള്ള കാലം നമ്മൾ മുന്നേ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. കേരളം പോലെയുള്ള പോപ്പുലേഷൻ കൂടുതലായിട്ടുള്ള ഒരു സംസ്ഥാനത്തിന് ഇനിയും അത്തരത്തിലുള്ള സാധ്യതകൾ, വലിയ ഭാരിച്ച ചെലവും സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബാധ്യതയുമാണ്. എന്നാൽ ഈ കടൽ സൗകര്യം എന്ന് പറയുന്നത് നമുക്കവിടെ പ്രത്യേകമായിട്ടൊരു പാത പണിയേണ്ട ആവശ്യം നമുക്കില്ല. ഉള്ള ജലഗതാഗത സംവിധാനങ്ങളെ പരിശോധനകൾക്ക് വിധേയമാക്കി അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് അവിടേക്ക് വേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള കപ്പലുകൾ വേണമെങ്കിൽ അത് വേണ്ടിവരും, ഡ്രഡ്ജറുകൾ വേണമെങ്കിൽ അവ വേണ്ടിവരും. അതോടൊപ്പം തന്നെ മറ്റു പലതരത്തിലുള്ള ബോട്ടുകളാവട്ടെ, ടൂറിസം സാധ്യതകൾക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളാവട്ടെ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ പോർട്ടുകൾ അടക്കമുള്ള അതിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണോ അവിടേക്ക് വേണ്ടത് അവയൊക്കെ
നിർമ്മിക്കുക മാത്രമാണ് അവിടെ ആവശ്യമുള്ളത്. അപ്പോൾ ആ തരത്തിൽ ചിലവ് കുറഞ്ഞ എന്നാൽ സമയവും ഗതാഗത സംവിധാനവും ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പദ്ധതിക്ക് ഇവിടം തുടക്കം കുറിക്കപ്പെടുന്നു എന്നാണ്. ഇത് നിലവിൽ ഇന്ത്യയിൽ തന്നെ ഉയർന്ന നിരക്കിലുള്ള കേരളത്തിലെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ഏറെ സഹായകമാകുമെന്നാണ് മറ്റൊരു വശം. കേരളത്തെ ഒരു സമ്പൂർണ്ണ പോർട്ട് സിറ്റിയാക്കി മാറ്റുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്ക് 3 ഘട്ടങ്ങളിലൂടെയാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ 1ാം ഘട്ടം കേരളത്തിലെ വിഴിഞ്ഞം മുതൽ ബേപ്പൂർ വരെയുള്ള ചെറുതും വലുതുമായ തുറമുഖങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് തീരദേശ ചരക്ക് ഗതാഗതം ശക്തമാക്കുമെന്നതാണ്. നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ഈ ചരക്ക് ഗതാഗതങ്ങളൊക്കെ കെട്ടുവള്ളങ്ങളൊക്കെ നിറച്ചു വെച്ച് അതിലായിരുന്നു മലഞ്ചരക്കുകളൊക്കെ പരസ്പരം കൊണ്ടുപോയിരുന്നത്. അത് നമ്മുടെ ഊടുവഴികളിലൂടെയും ഇടുങ്ങിയ തോടുകളിലൂടെയും ഒക്കെ അത്തരം ചരക്ക് ഗതാഗതങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് പാലങ്ങളൊക്കെ വന്ന് അത്തരം ഗതാഗതങ്ങളൊക്കെ അയോഗ്യമാകുന്നൊരു കാലഘട്ടത്തിലേക്ക് പോയി. എന്നാൽ ഇതിൻ്റെ സാധ്യതകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം കൊച്ചി തുറമുഖങ്ങൾക്ക് പുറമെ ബേപ്പൂർ തുറമുഖത്തിൻ്റെ സാധ്യതകളെയും ഇതിനായി പൂർണ്ണ തോതിൽ വികസിപ്പിക്കുമെന്നാണ് ബജറ്റിൽ VD സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് തീരദേശ മേഖലകളിൽ താമസിക്കുന്ന നിരവധി യുവാക്കൾക്ക് തൊഴിലവസരം ഒരുക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ 2ാം ഘട്ടം ക്രൂയിസ് ഷിപ്പിംഗ് യാഥാർത്ഥ്യമാക്കുകയാണ്. ഇതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂറിസം സാധ്യതകൾക്ക് കൂടി ഇവിടെ തുടക്കമാകും. അതിൻ്റെ 3ാം ഘട്ടം കടൽ വഴിയുള്ള ടൂറിസത്തെ കേരളത്തിൻ്റെ ഉൾനാടൻ നദികളുമായും കായലുകളുമായും ബന്ധിപ്പിക്കുകയും ഇതോടെ വിദേശ സഞ്ചാരികളുടെ വലിയൊരു ഒഴുക്ക് തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുമെന്നാണ്. നമ്മളിപ്പോൾ ഇറ്റലിയെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അവിടെയൊക്കെ വലിയ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ തരത്തിലേക്ക് സംവിധാനങ്ങൾ ഉണ്ടാകും. ഇവിടെ നമുക്കറിയാം കനോലി കനാൽ. ഈ കനോലി കനാൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒന്നുകൂടി വികസിപ്പിച്ചു കഴിഞ്ഞാൽ അതുവഴിയുള്ള ഗതാഗത സംവിധാനങ്ങളെ യോഗ്യമാക്കാൻ കഴിയുന്ന ഒന്നാണ്. അത്തരത്തിൽ മുൻ സർക്കാരൊക്കെ മന്ത്രി മുഹമ്മദ് റിയാസ് ടൂറിസത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന സമയത്ത് അത്തരം പദ്ധതികളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അതിനെക്കുറിച്ചുള്ള പ്രാഥമിക പഠനം പോലും അവർ നടത്തിയില്ലെന്ന് മാത്രമല്ല അനന്തമായ ആ സാധ്യത അവർ ഉപയോഗപ്പെടുത്തിയത് പോലും ഇല്ല എന്നതും എടുത്തു വായിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ കാലത്തിൻ്റെ പുതിയ സാധ്യതകൾ നദീതീരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കടലുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെയുള്ള സാധ്യതകൾ അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു മാറ്റമായിട്ട് ഈ ബജറ്റിൽ നമ്മൾ കാണുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 1/3 വരുമാന മാർഗം അവിടെ നിന്ന് ലഭ്യമാകുമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ സാധ്യതകൾ കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം ഇന്ന് വരെ ആരും ഉപയോഗിച്ചില്ല എന്നതാണ് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മിഷൻ സമുദ്ര യാഥാർത്ഥ്യമാകുന്നതോടെ നിലവിൽ റോഡ് മാർഗം നടക്കുന്ന ചരക്ക് ഗതാഗതത്തിൻ്റെ 50% സമുദ്രപാതയിലേക്ക് മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇത് സംസ്ഥാനത്തെ റോഡുകളിലെ കനത്ത തിരക്കും വാഹന അപകടങ്ങളും വായു മലിനീകരണങ്ങളും ഗണ്യമായി കുറക്കുവാനും സഹായിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കൊച്ചിൻ പോർട്ട്, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിവയ്ക്ക് പുറമെ 17 ചെറുകിട തുറമുഖങ്ങളും വിപുലമായ കായൽ ശൃംഖലയും നമുക്കുണ്ടായിട്ടും ഇത്രയും കാലം ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല, കേരളത്തിന് കഴിഞ്ഞിരുന്നില്ല. വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ മേഖലകളെ ബന്ധിപ്പിച്ച് പ്രത്യേക വികസന കോറിഡോറുകൾ രൂപീകരിക്കപ്പെടുന്നതോടെ ഗ്രാമീണ മേഖലകളിൽ പോലും വലിയ സാമ്പത്തിക ഉണർവുണ്ടാകും. തീര ശോഷണം, കടൽ മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വലിയ വെല്ലുവിളികൾ പദ്ധതിക്ക് മുന്നിലുണ്ട് എങ്കിലും കൃത്യമായ ആസൂത്രണത്തിലൂടെയും പരിസ്ഥിതി സൗഹൃദപരമായ സമീപനത്തിലൂടെയും ഇവയെല്ലാം മറികടക്കാൻ സാധിക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിൻ്റെ മുൻപിലുള്ള വലിയ വെല്ലുവിളി. ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, ഷിപ്പിംഗ് മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന മിഷൻ സമുദ്ര മികച്ച രീതിയിൽ VD സതീശൻ സർക്കാരിന് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ ഭാവി തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളെയും കേരളം സാഗൂതം വീക്ഷിക്കുകയാണ്. അതിനുവേണ്ടി അത്തരത്തിലുള്ളൊരു സംവിധാനം ഇവിടെ ഒരുങ്ങുന്നതിനെ മലയാളികൾ സ്വപ്നം കണ്ടു തുടങ്ങുകയാണ് ഇന്നു മുതൽ. waytonikah.com, the exclusive Muslim matrimonial site.